കവനൻ്റ് വർക്കൗട്ട് ചെയ്യുന്ന നമ്മുടെ നിയോഗങ്ങൾ നിവൃത്തിയാകുന്ന കാലാവസ്ഥകളുണ്ട്. ഇത് പറയാൻ കാരണം, കഴിഞ്ഞ സെപ്റ്റംബർ 7 ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ കൽക്കട്ടയിലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഉറങ്ങിയപ്പോൾ അന്ന് മാതാവിൻ്റെ ജന്മദിനത്തിൻ്റെ തലേ ദിവസം രാത്രിയാണത്. അപ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ടായി. ഞാൻ രാവിലെ എഴുന്നേറ്റ് അടുത്ത മുറിയിൽ പോയി. വിജയകുമാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി അടുത്ത മുറിയിലാണ് താമസിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇന്ന് മാതാവിൻ്റെ ജന്മദിനമാണ്, ഹാപ്പി മെരിമസ് എന്നൊക്കെ പറഞ്ഞ് സാറിനെ വിഷ് ചെയ്തേച്ചും ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇന്ന് വെളുപ്പിന് ഒരു 3 മണിയായപ്പോൾ അമ്മ പറഞ്ഞു കവനൻ്റിന് ഡിസ്പോസിഷൻ ഉണ്ടെന്ന് പറഞ്ഞ്. ഡിസ്പോസിഷൻ എന്ന വാക്കാണ് അമ്മ ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ സാറിനോട് ഇത് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് ഡിസ്പോസിഷൻ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ മലയാളത്തിൽ എന്നാ പറയണത് ഡിസ്പോസിഷന്? അനുകൂലമായ ഒരു സ്ഥിതി, ഒരു നിലപാട്. അത് ഡിസ്പോസിഷൻ പല അർത്ഥമുണ്ട്. സ്പിരിച്വൽ ഡിസ്പോസിഷൻ ഉണ്ട്, ഇമോഷണൽ ഡിസ്പോസിഷൻ. ഒരു സ്വഭാവമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അപ്പോൾ സാറിനും അത് ആദ്യം പറഞ്ഞപ്പോൾ മനസ്സിലായില്ല ശരിക്കും. ഞാൻ പിന്നെ അത് ഈ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ കറക്റ്റ്നെസ് കിട്ടാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അമ്മ എന്താ ഈ നിങ്ങൾ മാതാവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, എല്ലാം ആദ്യം വേണ്ടത് ശ്രദ്ധയാണ് വേണ്ടത്. മാതാവിൻ്റെ ഉടമ്പടിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധ വേണം നിങ്ങൾക്ക്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചു, ഉടനെ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ എന്താ, അവർക്ക് നേരത്തെ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന മാനസികാവസ്ഥ അല്ലല്ലോ. അവർക്ക് പ്രത്യേക കുഞ്ഞിനെക്കുറിച്ചാണ് പിന്നെ ശ്രദ്ധയുള്ളത്. കുഞ്ഞിനൊന്നും കേട് വരരുത് എന്ന രീതിയിൽ അവർ ഇരിപ്പ് നോക്കും, അവർ കിടക്കുമ്പോൾ നോക്കും, ചരിയണം നോക്കും, എല്ലാം നോക്കും. അപ്പോൾ അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആവശ്യമായ ഓക്സിജനും അതുപോലെ തന്നെ കുഞ്ഞിന് കിട്ടി സ്വസ്ഥമായി അത് വളരുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് അമ്മയ്ക്കുള്ളത്. അതൊരു ഡിസ്പോസിഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ മനസ്സിലായില്ലേ കാര്യങ്ങൾ പെട്ടെന്ന്? അതാണ് എൻ്റെ കാര്യം. അത് അനുകൂലമായ നമ്മുടെ മാനസികമായ ഒരു സഹകരണം, അനുകൂലമായ സഹകരണം. അതിനാണ് അച്ഛൻ ക്ലൈമറ്റ് എന്ന് പറഞ്ഞത്, കവനൻ്റെ ക്ലൈമറ്റ്. ഈ കവനൻ്റെ ക്ലൈമറ്റ് ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ വന്ന സാക്ഷ്യങ്ങളെല്ലാം ഞാൻ പരിശോധിക്കുകയായിരുന്നു. എവിടെയാണ് അമ്മ സെപ്റ്റംബർ 7 പറഞ്ഞ ക്ലൈമറ്റ് ഡിസ്പോസിഷൻ എവിടെയൊക്കെയാണ് ഉള്ളതെന്നാണ് ഞാൻ ഈ ദിവസങ്ങളിൽ സാക്ഷ്യം കേട്ടപ്പോൾ നോക്കിയത്. അപ്പോൾ അതിലെനിക്ക് കുറേ സാക്ഷ്യങ്ങൾ അങ്ങനെ കിട്ടി. ക്ലൈമറ്റ് ഡിസ്പോസിഷനുള്ള ഒത്തിരി സാക്ഷ്യങ്ങൾ കിട്ടി. അതിലൊരു സാക്ഷ്യം ജിൻസി അലക്സ് കൊല്ലങ്കോട്. അവിടെ സാക്ഷ്യം, അവിടെ ഭർത്താവിന് കിഡ്നിയുടെ അസുഖമാണ്. അപ്പോൾ ഉടനെ അവരെ ഈ ഭർത്താവിനെ ഡയാലിസിസിന് കയറ്റുമ്പോൾ ഇവൾക്കാണെങ്കിൽ കാര്യം അവർ ചെറുപ്പമാണ്. അപ്പോൾ പെട്ടെന്നിങ്ങനെ ഒരു കിഡ്നിക്ക് അസുഖം വന്നപ്പോൾ നമ്മൾ പറയില്ലേ, പച്ചമലയാളത്തിൽ പറഞ്ഞ നിന്നിടം മറന്നു പോകണമെന്ന് പറയത്തില്ലേ. അപ്പം അങ്ങനെ ഒരവസ്ഥ ആണ് അവിടെ ഉള്ളതെല്ലാം. പക്ഷേ ഇവൾ ഈ ഉടമ്പടി എടുത്തിരിക്കും. കിഡ്നി അസുഖമാണെന്ന് കേട്ടപ്പോൾ തന്നെ വന്ന് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഒരു ഡിസ്പോസിഷൻ രൂപപ്പെട്ട് വരും. ചിലർക്ക് ഉണ്ടാകത്തില്ല. ചിലരിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് യാന്ത്രികമായിട്ട് എടുത്തുകൊണ്ട് പോണ കാരണം അവർക്കുണ്ടാകത്തില്ല. ചിലർ ശ്രദ്ധയോടുകൂടിയാണ് എടുക്കുക. കാര്യം ഞാൻ ഉടമ്പടിയാകുമ്പോൾ അമ്മയുമായിട്ട് ഞാൻ ഉടമ്പടിയിലാണ്, ഇനിയുള്ള കാലമെല്ലാം എൻ്റെ കാര്യം അമ്മ നോക്കിക്കൊള്ളും. അതാണ് അതിൻ്റെ ഒരു മാനസികാവസ്ഥയാണത്. കാലാവസ്ഥയെന്ന് ഞാൻ പറഞ്ഞ കാര്യം മാനസിക കാലാവസ്ഥയാണ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന കാലാവസ്ഥയെക്കാളും വ്യത്യസ്തമായ കാലാവസ്ഥയാണിത്. ഇവള് വളരെ എത്ര തിരക്കാണെങ്കിലും നമ്മൾ
ദൈവമായിട്ട് ഒരു ഉടമ്പടി റിലേഷൻസ് വരികയല്ലേ. അപ്പം നമുക്ക് കുറച്ച് ഉത്തരവാദിത്വമുണ്ട്, ദൈവത്തിനും കുറച്ച് ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? നമ്മളെ സംരക്ഷിക്കുക, വളർത്തുക, നിലനിർത്തുകയാണ് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം. നമ്മുടെ ഉത്തരവാദിത്വം എന്താ? ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ തന്നെ പരുവപ്പെടുത്തുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ ഇത് ഈ ഗ്രിൻസി വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. കാര്യം അവൾ സീരിയസ് ആയിട്ടാണ്, പ്രാർത്ഥിച്ചാണ് വന്നത് ഉടമ്പടി എടുക്കുന്നത്. പ്രാർത്ഥിച്ച് വന്നെടുത്തിട്ട് ഈ ഉടമ്പടിയോട് കൂടി ഞാനും ദൈവവും തമ്മിൽ വളരെ ഉത്തരവാദിത്വമുള്ള ഉടമസ്ഥ ബന്ധത്തിലേക്ക് വരികയാണ്. അതാണ് നമ്മൾ സാധാരണ കേവല മനുഷ്യനും ഉടമ്പടി മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ഉടമ്പടിയിലെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഉത്തരവാദിത്വമുള്ള ഒരു ഉടമസ്ഥ ജീവിതത്തിലേക്ക്, ദൈവത്തിൻ്റെതാണെന്ന് നമ്മളെല്ലാവരും പറയും, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് നമ്മളെല്ലാവരും പറയും. അങ്ങനെ ആർക്കും പറയാം, അതിനൊരു കുഴപ്പമില്ല. ദൈവം അല്ലെന്ന് പറയുന്നിടത്തോളം കാലം നമുക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ ആ പുസ്തകത്തിലെ പശു ചില സമയത്ത് പുല്ല് തിന്നത്തില്ല. എന്താ കാര്യം? ഈ എല്ലാ കാര്യങ്ങളും സാധൂകരിക്കണം, ജസ്റ്റിഫൈ ചെയ്യണം. വിശ്വാസത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വിശ്വാസം ജസ്റ്റിഫൈഡ് ആകണത് പ്രവൃത്തികളിലൂടെയാണ്. അതാണ് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം. ഞാൻ വിശ്വാസിയാണെന്ന് ആർക്കും പറയാം. Take the word of God. ശ്രുതികട ഹല്ലേലൂയ. യാക്കോബ് 2:24 മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല, പറഞ്ഞേ, മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പം വിശ്വാസം കൊണ്ട്, അതിനെ വിശ്വാസത്തെ സാധൂകരിക്കുന്നതാണ് എന്ത്? നമ്മുടെ വിശ്വാസം ആത്മാർത്ഥമാണ്. നമ്മുടെ വിശ്വാസത്തെ അത് ആത്മാർത്ഥതയുള്ളതാണെന്ന് തെളിയിക്കാൻ ആർക്കാണ് ബാധ്യത? നമുക്ക് ബാധ്യതയുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണം. അല്ല ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ ഞാൻ അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു, ഇപ്പോഴും ഞാൻ ഈശോയിൽ വിശ്വസിക്കണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത, ആത്മാർത്ഥത നമുക്കുണ്ടാകണം. അപ്പോൾ എങ്ങനെ ഈ ആത്മാർത്ഥതയാണ്, അതിൻ്റെ പിന്നിലുള്ള ആത്മാർത്ഥതയാണ് അതിനെ സാധൂകരിക്കണത്. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ വിശ്വാസത്തെ അതിന് അനുയോജ്യമായ പ്രവർത്തനങ്ങളാൽ സാധൂകരിക്കാൻ എന്നെ സഹായിക്കണമേ. അപ്പം എല്ലാ വിഷയങ്ങളും പ്രാർത്ഥനയാണെങ്കിലും, ഇപ്പം നീ പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഐ ആം സോ സീരിയസ് അബൌട്ട് ദിസ് പ്രയർ എന്ന് ദൈവത്തോട് പറയാൻ വേണ്ടിയാണ് നമ്മൾ മുട്ടേന്ന് നിൽക്കണത്. അല്ലെങ്കിൽ ഇരുന്നാൽ മതിയല്ല, നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയല്ലേ ചെയ്യണത്. അപ്പോൾ ഓരോ കാര്യത്തിനും ഓരോ ഡിസ്പോസിഷനുണ്ട്. ഓരോ കാര്യത്തിന്, എല്ലാ കാര്യത്തിനും കൂടി ഒരു രീതി അല്ലല്ലോ. ഇപ്പം നമ്മൾ ഇരുന്ന് നമ്മൾ കസേര ഇരുന്ന് ഊണ് കഴിക്കും. കസേര ഇരുന്നും ഒക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യാം, ദൈവം കേൾക്കും. കാര്യം പ്രാർത്ഥിക്കുന്നത് നമ്മളല്ലേ, മനസ്സിലല്ലേ പ്രധാനം. പക്ഷേ ഒരു ഫിസിക്കൽ ഡിസ്പോസിഷൻ അവിടെ വരും. എന്താ കാര്യം? ഐ ആം സോ സീരിയസ് അബൌട്ട് ദിസ് പ്രയർ, അതുകൊണ്ട് ഞാൻ മുട്ടി നിൽക്കുന്നത്. കാര്യം ഇത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പൊസിഷനാണ്. അതാ വിഷയം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പൊസിഷൻ. നമുക്ക് നടന്നൊക്കെ പ്രാർത്ഥിക്കും. ഞാൻ രാവിലെയൊക്കെ നടന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രോപ്പർ പൊസിഷൻ എന്താണ്? മുട്ട നിൽക്കുക എന്നുള്ളതാണ്. അപ്പം അതാണ് ഒരു രീതി. അതേസമയം ഇന്ത്യൻ രീതി അനുസരിച്ച് സർവ്വസാഷ്ടാംഗമായിട്ട് വീണ് കിടക്കും. അതും ശരിയാണ്. കാര്യം എന്താണ്? അത് നമ്മൾ എല്ലാ വിഷയത്തെക്കാളും ദൈവത്തെ അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് സർവാംഗം സാഷ്ടാംഗം പ്രണാമം ചെയ്ത് കിടക്കും. ഞങ്ങളൊക്കെ കിടക്കും അതുപോലെ. അതിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞാൽ ഇതെല്ലാം പ്രാർത്ഥനയുടെ ഡിപ്പോസിഷനാണ്. അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോണവരും ഉണ്ടാകും. അപ്പോൾ ഉറക്കത്തിന് നമ്മൾ കിടക്കുകയാണ് ചെയ്യണത്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കമന്നാണ് കിടക്കണത്. കേട്ടാ, ഉറക്കം നമുക്കത് ഇങ്ങനെയൊക്കെ ചരിഞ്ഞൊക്കെ കിടക്കാം അല്ലേ. പക്ഷേ സർവ്വസാഷ്ടാംഗം വേണം കിടക്കണത് എങ്ങനെയാണ്? കമന്നാണ് കിടക്കണത്. കൈ സ്വസ്തിക എഴുതി ശിരസിൻ്റെ മുന്നിൽ വെച്ച് കവന്ന് കിടക്കൂടാ. അപ്പോൾ വെച്ചാൽ സർവാംഗം നമ്മൾ സമർപ്പിക്കണം എന്നാണ് അവർ. അപ്പോൾ ഇതാണ് പൊസിഷൻ എന്ന് പറയണത്, പ്രോപ്പർ പൊസിഷൻ.
ഇതുപോലെ ഉടമ്പടിക്കും ഒരു പ്രോപ്പർ പൊസിഷനുണ്ട്. ഒന്നല്ല, ഒത്തിരിയുണ്ട്. ഒത്തിരി പ്രോപ്പർ പൊസിഷൻസ് ഉണ്ട്. ഇതിൽ അതിൻ്റെ അത് നിലപാടുകളും വരും. നിലപാടുകൾ ഓരോ വിഷയത്ത് അതിൽ സമീപനങ്ങൾ വരും. നമ്മുടെ ഒരു സമീപനം. ഇപ്പോൾ എന്ത് ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ജിൻസിയുടെ വിഷയം എന്താണ്? ജിൻസിയുടെ ഭർത്താവിന് അലക്സിനാണ് കിഡ്നി അസുഖം. ഇപ്പം ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡയാലിസിസ് നടന്നു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ, അതായത് രണ്ടുപേരും കൂടി വളരെ സന്തോഷമായിട്ട് ജീവിച്ചതാണ്, ചെറുപ്പക്കാരാണ്. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് കാലാവസ്ഥ മാറി വേറെ ലെവലിലായി. ഡയാലിസിസ് കഴിഞ്ഞോടുകൂടി ഇയാൾക്ക് എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് ഇയാൾക്കൊരു ഐഡിയ ഇല്ല. ഇയാൾ തളർന്ന രീതിയിൽ ഇവളെ ഇങ്ങനെ നോക്കും. എന്താണ്, നമ്മൾ പിരികയാണല്ല എന്നുള്ള അതാണ് അവസ്ഥ. ഓക്കെ, ഇങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ വന്ന് ലാസ്റ്റ് സാക്രമെൻ്റ് കൊടുക്കും, അവസാനത്തെ കൂദാശ കൊടുക്കും. അപ്പം അച്ഛൻ പോയി കഴിയുമ്പോൾ ആശുപത്രിയിൽ ബന്ധുക്കളെല്ലാം ഇവളെ കെട്ടിപ്പിടിച്ച് കരയും. ആ ഓരോ സിറ്റുവേഷൻസ് നോക്കി, ഈവൻസ് കണ്ടില്ലേ? അച്ഛൻ പോയി കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവരെല്ലാം ഈ ജിൻസിയെ കെട്ടിപ്പിടിച്ച് കരയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഭർത്താവ് തീർന്ന് പോയി, ഈ ലോകത്തുനിന്ന് വിടപിരിഞ്ഞെന്ന രീതിയിലേക്ക് കഴിയും. പക്ഷേ ഇവള് പറയണത് ഞാൻ കരഞ്ഞില്ലെന്ന് പറയണം. അതാണ് ഡിസ്പോസിഷൻ. അതാണ് ഉടമ്പടി ഒരു മനുഷ്യനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണം നോക്കണം. ഈ വിഷയങ്ങളെല്ലാം എൻ്റെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഞാൻ മാത്രം കരഞ്ഞില്ല. എന്താ കാര്യം? എനിക്കറിയാം അമ്മ ഏതെങ്കിലും നിമിഷം ഉടമ്പടി എടുത്തിരിക്കണം. ഞാൻ അമ്മയുമായിട്ട് ഉടമ്പടിയിലാണ്. അപ്പോൾ ഏതെങ്കിലും സമയത്ത് അമ്മ ഈ വിഷയം അറിയും. അച്ഛൻ വന്നതും അച്ഛൻ പോയതൊക്കെ ആദ്യം പറഞ്ഞത് ആരാ? അമ്മ അറിഞ്ഞിട്ടുണ്ട്. ഇത് ഇതാണ് ഡിസ്പോസിഷൻ. ഇപ്പോൾ അതൊക്കെ മനസ്സിലായില്ലേ? ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതൊക്കെ അതായത് ഇത്രയും നമ്മുടെ ചുറ്റും ലോകം മുഴുവനും കലങ്ങി മറിയുമ്പോഴും ഉടമ്പടി എടുത്ത ആ ദൈവ പൈതൽ ഒരു ഉടമ്പടി നിലപാടുണ്ട്. ഉടമ്പടി സമീപനത്തിലൂടെ ദൈവത്തിൽ ആഴമായി വിശ്വസിച്ച് തൻ്റെ ഈ സംഘർഷങ്ങളിടയിലുള്ള തൻ്റെ വിശ്വാസം ഏറ്റുപറച്ചിൽ അങ്ങ് അറ്റ കൈയായിട്ട് നിൽക്കുകയാണ്. കരയാതെ അങ്ങ് ദൈവത്തിൽ ആഴമായി ശരണപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഈ മനുഷ്യൻ്റെ ലക്ഷണം മാറണത്. പടപടാന്ന് ഇവളുടെ ഇതെല്ലാം ദൈവത്തിൽ നമ്മളുടെ ഒരു നിലപാട്, സമീപനമൊക്കെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ചുണ്ടുകൊണ്ട് മാത്രമുള്ളതല്ല. അതായത് ഈ ഇങ്ങനെയുള്ള സംഘർഷ സമയത്തുള്ള നമ്മുടെ ഇതൊക്കെ ഒരു ഉടമ്പടി നിലപാടാണ്. എന്താ, നമ്മൾ വെറുതെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിരിക്കുകയല്ല, നമ്മൾ ദൈവവുമായിട്ട് ഒരു ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ദൈവവും നമ്മൾ ഈക്വൽ പാർട്ട്നേഴ്സാണ്. ഈ ഒരു വ്യവഹാരത്തിൽ, ബന്ധത്തിൽ 50-50 പാർട്ട്ണറാണ് നമ്മൾ. പകുതി നമ്മളും പകുതി ദൈവവുമാണ്. അപ്പോൾ ഒരു പൊതുവായിട്ടുള്ള പദ്ധതിയാണ് ഉടമ്പടി. ദൈവവും നമ്മളുള്ള അതിലൊരു വിഷയമാണ് ഭർത്താവിൻ്റെ ഈ കിഡ്നിയുടെ അസുഖം ഭേദമാകണത്. എന്നിട്ട് പെട്ടെന്ന് പതുക്കെ അതായത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പേയ്മെൻറ്റ്, ഇതാണ് പേയ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുത്താൽ മാത്രം പോലെ, ഉടമ്പടി നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ അഡ്വാൻസ് കൊടുക്കുകയാണ്. എന്താ കാര്യം? ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്തുകൊള്ളാമെന്ന് പറഞ്ഞൊരു അഡ്വാൻസ്. പക്ഷേ ദൈവം എന്നാ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ എമൗണ്ട് പേ ചെയ്യാൻ പറയും. പക്ഷേ ആൾക്കാർക്കത് മനസ്സിലാകത്തില്ല. ചിലർ പറയും സാധനം കിട്ടട്ടെ എന്നിട്ട് ഞങ്ങൾ ഫുൾ എമൗണ്ട് പേ ചെയ്യാൻ പറയും. എങ്ങനെ? എന്തെങ്കിലും ഒന്ന് നടക്കട്ടെ, ജോലി കിട്ടട്ടെ, അല്ലെങ്കിൽ വിസ കിട്ടട്ടെ, അല്ലെങ്കിൽ ജപ്തി നടപടി മാറട്ടെ, എന്നിട്ട് ഞങ്ങൾ പത്രം കൊടുക്കാമെന്ന് പറയും. അതൊരു ബാർഗെയിനിങ്ങിലേക്ക് മാറും. ചില ആൾക്കാർക്ക് മണ്ടത്തരം പറഞ്ഞാൽ അങ്ങനെയാണ് ഉടമ്പടിയിൽ. എന്നുവെച്ചാൽ അവർ ഫുൾ എമൗണ്ട് പേ ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തോട് ചോദിച്ച് ദൈവം ഇങ്ങോട്ട് തന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുൾ എമൗണ്ട് പത്രം കൊടുക്കുകയോ രോഗികളെ പോയി കാണുകയോ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയും. പക്ഷെ നടക്കത്തില്ല. നിങ്ങൾ അങ്ങനെ ഒരാളായത് കൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ ദൈവത്തിനെ കൊണ്ട് എല്ലാം ചെയ്യിച്ചതിന് ശേഷം ദൈവത്തിന് വിശ്വാസത്തിലെടുക്കണില്ലല്ലോ. അതാണ് പ്രശ്നം. ചില ആൾക്കാർ ഒന്നും കിട്ടിയില്ലെങ്കിലും ശരി, തനിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു മാറ്റും, ഫുൾ എമൗണ്ട് പേ ചെയ്ത് കളയും. എന്താ കാര്യം? അവർ ദൈവത്തെ വിശ്വാസത്തിലെടുക്കുന്നു. ദൈവം എപ്പോഴായാലും ഈ വിഷയത്തിൽ ഇടപെടുമെന്ന്
അവർക്ക് ആത്മാവിൽ ഇതിനാണ് നിങ്ങളുടെ അത് ഈ നമുക്കറിയാൻ പറ്റും ആത്മാവിലെ. അതായത് നിങ്ങൾ കുറച്ച് ക്ലിയർ ആണെങ്കിൽ ഈ സംശയത്തിൻ്റെ കാർമേഘമൊന്നും ഇല്ലെങ്കിൽ, സംശയത്തെ കാർമേഘമെന്നാണ് വിളിക്കണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യാക്കോബ് 1:6. യാക്കോബ് 1:6. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരക്ക് തുല്യനാണ്. അപ്പം സംശയിക്കാതെ വേണം ഇത് വിഷയം ചെയ്യാൻ. അതായത് നിങ്ങൾ കണ്ണും പൂട്ടി അങ്ങോട്ട് ചെയ്യണം ഉടമ്പടിയിൽ. ഇപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തെ നമ്മൾ വിശ്വാസത്തിൽ എടുക്കുന്നു, അതാണ് വിഷയം. അല്ലാതെ ദൈവത്തിൽ നിന്ന് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് വരട്ടെ, ഈ കമ്പനി ശരിയാണെന്ന് നോക്കട്ടെ, ഈ ഏജൻറ്റ് നമ്മളെ പറ്റിക്കുമോ. നമ്മൾ വിസ ഏജൻറ്റുമാരെ എപ്പോഴും സംശയത്തോടെയല്ലേ നോക്കണം, ഈ കാശ് പോകുക എന്ന് ഓർത്തിട്ട്. അതുപോലെ വിസ ഏജൻറ്റുമാരെ നിങ്ങൾ നോക്കണ പോലെ ദൈവത്തെ നോക്കുന്നുണ്ട് ചില ആൾക്കാർ. അതാണ് നിങ്ങൾക്ക് കളിപ്പ് വരുന്നത്. അപ്പോൾ ദൈവത്തിന് അറിയാൻ പറ്റുമല്ലോ ഇത് സംശയമാണെന്ന്. സംശയത്തിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. സംശയത്തിൽ ഉടമ്പടി അത് സംശയം ഒരു നെഗറ്റീവ് ഡിസ്പോസിഷനാണ്. അത് പറഞ്ഞില്ലേ, കടൽ തിര പോലെയാണ്, ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വന്നിട്ട് അലസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കട്ടൻഡേറ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി നിബന്ധനകളെ നിർബാധം നിറവേറ്റാൻ എനിക്ക് പ്രത്യേകമായ അഭിഷേകം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. ജ്ഞാനത്തിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കുറേ ഘടകങ്ങളുണ്ട്. അതിൽ ഇവർ അച്ഛൻ സ്വന്തം ഭർത്താവിന് അന്ത്യകുദാശം നൽകി പിരിയുമ്പോൾ ബന്ധുക്കൾ ഇവിടെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ഇവൾ വേങ്ങലടിച്ച് അവിടെ കൂടെ കരയേണ്ടതാണ്. ശരിക്കും പറഞ്ഞ് എല്ലാം തീർന്നെന്നും പറഞ്ഞുകൊണ്ട് കരയേണ്ടതാണ്. ഇവിടെ കരയാത്തതിൻ്റെ കാരണം ഇവളുടെ വിശ്വാസം, പ്രത്യാശ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. പ്രത്യാശ എന്താണ് നമുക്ക് നൽകണത്? പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ എപ്പോഴാണ് നമ്മൾ നിരാശരാക്കാത്തത്? നമ്മൾ ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹമെന്തെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. റോമർ 5:5. ശ്രുതികട ഹല്ലേലൂയ. 5:5. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഒന്ന് പറഞ്ഞേ, പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് വിഷയം. അതായത് ഉടമ്പടി എടുക്കുമ്പോഴേ ജിൻസിക്ക് ഇതിന് ഇനിയുള്ള എല്ലാ അതിജീവനങ്ങൾക്കും ആവശ്യമായ ആത്മാഭിഷേകം കിട്ടിയിട്ടുണ്ടാണ്, പരിശുദ്ധാത്മാവിനെ. അത് വെറുതെ നിൽക്കാൻ പറ്റത്തില്ല. അതായത് എല്ലാവരെയും അന്ത്യകുദാശം നൽകിയിട്ട് സ്വന്തം ഭർത്താവിന് അന്ത്യകുദാശം നൽകിക്കൊണ്ട് അച്ഛൻ പിരിയുമ്പോൾ ബന്ധുക്കളെല്ലാം ഇവളെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ഇവളിങ്ങനെ വളരെ നിശ്ചയദാർഢ്യത്തോടെ നിൽക്കുന്നത് പ്രത്യാശ കൊണ്ടാണ്. എന്താ കാര്യം? ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഇത് അവസാന വാക്കല്ല, ദൈവത്തിൻ്റെതാണ് അവസാന വാക്ക്. ഇന്നല്ലെങ്കിൽ അടുത്ത നിമിഷം ദൈവം പ്രവർത്തിക്കുമെന്ന് ഇവിടെ പ്രത്യാശിക്കുന്നു. അവിടെ എന്തുകൊണ്ടാണ് പ്രത്യാശിക്കണമെന്നാണ് വചനം പറയുന്നത്. എന്താണ്? പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. എന്താ കാര്യം? അപ്പോൾ അത് ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരും നമ്മൾ വ്യത്യാസം കണ്ട. എടുക്കാത്തവർ കെട്ടിപ്പിടിച്ച് കരയുന്നു, ഉടമ്പടി എടുത്തവർ അവർക്ക് എന്താ കിട്ടിയിരിക്കേണ്ടത്? പ്രത്യാശ കിട്ടിയിരിക്കുകയാണ്. എന്താണ്? അവൾ പരിശുദ്ധാത്മ പറയും, നീ വിഷമിക്കേണ്ട, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിൻ്റെ ഭർത്താവിൽ നിനക്ക് ടെസ്റ്റ് തന്നതാണ്, കുറച്ച് കഴിയുമ്പോൾ ദൈവം ഈ വിഷയം ഏറ്റെടുത്താണ്, നിൻ്റെ ഭർത്താവിന് ജീവനോട് നിനക്ക് തരും എന്നുള്ള ഒരു മുന്നറിവ് പ്രത്യാശ ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഈ പ്രത്യാശ വന്ന എന്താ ഗുണം?
നമുക്ക് നിരാശ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ആൾക്കാർ പറയാം നിരാശ ഉണ്ടാകാതിരിക്കുക എന്ത് ചെയ്യണം? ആശ ഉണ്ടാകാതിരുന്നാൽ മതിയെന്ന്. പണ്ട് ബുദ്ധനൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, ആശ ഉണ്ടാകാതിരുന്നാൽ മതിയെന്ന്. പക്ഷേ ബൈബിൾ പറയും, ബൈബിൾ അതിനെ ഈ അണ്ടേ കൊണ്ടേ വളം വെക്കത്തില്ല, ഡയറയുടെ റൂട്ടിലേ വളം വെക്കത്തുള്ളൂ. ബൈബിൾ എന്താ പറയണത്? പ്രത്യാശ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിനക്ക് നിരാശ ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാണ് നിനക്ക് നിരാശ ഉണ്ടാകാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നിനക്ക് അറിവ് നൽകും. അതാണ് വിഷയം. എന്താണ്? ഈ ഉടമ്പടിയോടുകൂടി നീ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഇടപെടലിനും കമ്മ്യൂണിക്കേഷനിലാകും നീ ദൈവമായിട്ട്. അപ്പോൾ ഒരു ആന്തരികമായൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ആന്തരിക ഉറപ്പ് ലഭിക്കും. ഇപ്പം എല്ലാവരും കിടന്ന് വിഷമിക്കുമ്പോഴും ചില സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഒത്തിരി കല്യാണ മന്ദിരം പോണ്, അവളെ ഒന്നിനും കിട്ടണില്ല, ഒന്നിനും സമ്മതിക്കണില്ല അവൾ. അപ്പനും അല്ലേ അവളെ ഏറ്റവും അടുത്തറിയാവുന്നത് അവളുടെ ആങ്ങളൊക്കെയായിരിക്കും. ആങ്ങളക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളായിരിക്കും. വന്ന് ചോദിക്കും, എടി നീ ഇങ്ങനെ നിൽക്കണത് എന്താ? നിനക്ക് വല്ല ഉറപ്പം കിട്ടിയിട്ടുണ്ടാന്ന് ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കല്ലേ അറിയാൻ പാടില്ല ഉറപ്പ് കിട്ടിയിട്ടുണ്ടാകുന്നത്. ഇതൊരു മറ്റു മനുഷ്യരോട് പറയാൻ പാടില്ലാത്തൊരു ഉറപ്പാണ്, ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിലുണ്ടാകുന്ന ഉറപ്പുകൾ. അതെപ്പോഴും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് സംസാരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദൈവികമായ ആന്തരികമായ ഉറപ്പ് ഇവക്കുണ്ട്. എന്താണത്? ഇത് അവസാനമല്ല, ദൈവം ഇടപെടുമെന്ന്. ആ ഉറപ്പ് പക്ഷേ ഉടമ്പടി എടുക്കാത്തവർക്കില്ല. ഉടമ്പടി എടുക്കുമ്പോൾ എന്ത് നിങ്ങൾക്ക് സംഭവിക്കണം നിങ്ങൾ അറിയണം. നിങ്ങളിങ്ങനെ ഓരോ ആൾക്കാർ വന്നിട്ട് ഓരോ അപേക്ഷക്കത്ത് എഴുതിക്കൊണ്ടു നിൻ്റെ അടുത്ത് കെട്ടിത്തത്തിച്ച് പോണ പോലെ അങ്ങനെ ഈസിയായിട്ട് പോണവരെ പോകും. അവർക്ക് അത് മനസ്സിലാകത്തില്ല. പക്ഷേ ഇത് ഉടമ്പടി വളരെ കാമ്പെക്കൊണ്ട് ശ്രദ്ധയോടെ ക്ലാസ്സെല്ലാം കേട്ട് താൻ എന്തിനാണ് ഉടമ്പടി എടുക്കണതെന്ന് എന്ന് ഒക്കെ നല്ല നിശ്ചയത്തോടെ ഉടമ്പടി എടുക്കുന്നവർക്ക് അവരുടെ അറിവിന് ആനുപാതികമായ ഒരു അനുഭവം ഉണ്ടാകും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ ഇതെല്ലാം വർക്കൗട്ട് ചെയ്യണത് ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. അനുഭവം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അറിവുണ്ടാകണം. അറിവെന്ന് പറഞ്ഞാൽ എന്തുമാത്രം അറിവാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ 10-38 കൊല്ലമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും ഈ വിഷയത്തിൽ പുതിയ കാര്യങ്ങളാണ് കർത്താവ് പറയണത്. അപ്പോൾ അറിവ് എവിടെ ചെന്ന് എത്തുമെന്ന് ഒരു പിടിയുമില്ല. നമ്മൾ ചിലപ്പോൾ ഇപ്പോഴും ABCD തന്നെ ആയിരിക്കും ചിലപ്പോൾ ആധ്യാത്മികതയുടെ. എന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അറിവാണ് നമുക്ക് എന്ത് തരണത്? അനുഭവം തരണത്. അപ്പം അനുഭവത്തിൻ്റെ അകത്ത് മൈനർ എക്സ്പീരിയൻസ് ഉണ്ട്, മേജർ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം മൈനർ എക്സ്പീരിയൻസിന് മൈനറായിട്ടുള്ള അറിവൊക്കെ മതി. മേജർ എക്സ്പീരിയൻസിന് മേജർ ആയിട്ടുള്ള വിസ്റ്റം വേണം. ഇതാണ് നമ്മൾ കൂടുതൽ ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കാൻ ഈശോ പറയത്തില്ലേ? ഈശോ എന്താ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാ 5:4. ലൂക്കാ 5:4. സംസാരിച്ചു തീർന്നപ്പോൾ സംസാരിച്ചു തീർന്ന അപ്പോൾ ഈശോ പ്രസംഗിക്കായിരുന്നു അവരോട് കടൽത്തീരത്തിൽ വെച്ച്. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ഇത് വാസ്തവത്തിൽ ഞാൻ ഒരിക്കലും ഈ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോഴേ, ഇപ്പോഴല്ല, ഇപ്പം ഞാൻ ഇത് ഓർത്തുകൊണ്ട് ഇങ്ങനെ പറയാം. അതായത് ഈശോ ഈ നമുക്ക് കടലിലത്തെ, ഞാൻ കുറേ നാൾ കടലോരത്തും കടലിലും ഒക്കെ ആയിട്ട് വിശേഷ വരെ ചെയ്താണ്. എപ്പോഴും വെള്ളം പിഞ്ചിരിക്കാൻ പോവുകയും പിന്നെ വർഷമാകുമ്പോൾ എല്ലാ വെള്ളവും ഒരുമിച്ച് കൂട്ടിയിട്ട് അവരെ കുമ്പസാരിപ്പിക്കുകയും വള്ളത്തേക്ക് കടലിൽ ചെറുവള്ളങ്ങളിൽ പോയിട്ട് വലിയ വള്ളങ്ങളിൽ കയറിയും ബോട്ടുകളിൽ പോയി അവരെ വെഞ്ചരിക്കുകയും കത്തോലിക്കരെ കുമ്പസാരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷയുണ്ട്. 10 കൊല്ലം ചെയ്തതാണ്. അപ്പോഴൊക്കെ നമുക്ക് കടത്തീരത്ത് വരുമ്പോൾ നമുക്ക് കാണുന്നൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബീച്ചുകാരൊക്കെ ഉണ്ടാവും കടലോരത്ത്, കടലിൽ വീശണം. അവർക്ക് വല്ല കൂരി പോലെയൊക്കെ ഉള്ള മീനൊക്കെ കിട്ടും. അവർക്ക് കണമ്പ്, മാലാൻ, അങ്ങനെയൊക്കെ ചെറിയ മീനൊക്കെ കടത്തീരത്ത് കൂടി പോണ മീനുണ്ട്. പക്ഷെ നമ്മൾ ഈ ലോ പ്രഷറിലുള്ളതാണ്. നങ്ക്, ഇതുപോലെ തന്നെ ചെമ്മീൻ, ഇതൊക്കെ ലോ പ്രഷറിൽ വർക്ക് ചെയ്യണതാണ്. അതിൻ്റെ ഒരു തീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പോഴ് ഈ ആൾക്കാരൊക്കെ തെർമോക്കോൾ പോലൊക്കെ ഒരു വള്ളമൊക്കെ ഉണ്ടാക്കി അതിൽ തുഴഞ്ഞ് ഒറ്റക്ക് പോയി
ഇപ്പോൾ ആൾക്കാർ ഒരാൾ മതി അതിൻ്റെ അടുത്ത് പോകാൻ. ഇപ്പോൾ ആ മേഖലയിൽ നിന്നെല്ലാം ആൾക്കാരെല്ലാം പഠിച്ച് വേറെ തൊഴിലിന് പോവുകയാണ്. ഇനിയിപ്പോൾ ആ മേഖലയിൽ നാളെ ഹൈടെക് വരും. ഇപ്പോഴും നമ്മൾ ജപ്പാനിലൊക്കെ കാണുന്ന പോലെ ഡ്രോണൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ജപ്പാനിലൊക്കെ വല ഇറക്കുന്നത്. വലയും കൊണ്ട് ഡ്രോൺ പോയിക്കൊള്ളും. ഡ്രോൺ തന്നെ കടലിൽ വല ഇട്ടിട്ട് തിരിച്ചു വരുന്നുള്ളൂ. എന്നിട്ട് ചെറിയൊരു ബീഞ്ച് പോലെ സാധനം വെച്ചിട്ട് തന്നെത്താൻ വലിക്കും. ഒരാൾക്കാരെ കടലിൽ പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ കാലങ്ങൾ അങ്ങോട്ട് മാറുകയാണ്. നാളെ നനഞ്ഞിട്ടുള്ള പരിപാടിയൊന്നുമില്ല, അപകടമില്ല, എല്ലാം. പക്ഷേ ആഴങ്ങളിലേക്ക് നിൽക്കാനൊന്നും ഇവർക്ക് പറ്റത്തില്ല. ആഴങ്ങളിലേക്ക് നിൽക്കണമെങ്കിൽ തിരുത, അറക്ക പോലെയുള്ള വലിയ വലിയ മീനുകൾ ഹൈ പ്രഷറിൽ താമസിക്കുന്നതാണ്. നല്ല ആഴങ്ങളിലേക്ക്. ഈ അനുഭവത്തിലും അങ്ങനൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ പനി മാറുക, നെഞ്ചുവേദന മാറുക, വേർപ്പ് മാറുക, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു മീനുകളെ പിടിക്കണമെങ്കിൽ നിങ്ങളുടെ ഈ ലോ ഫെയ്ത്ത് മതി, ചെറിയ ഫെയ്ത്ത് മതി, ചെറിയ വിശ്വാസം കൊണ്ടൊക്കെ നടക്കും. പക്ഷേ ഒരു സീരിയസ് അഗ്നി പരീക്ഷ വന്നു കഴിഞ്ഞാൽ അത് വലിയ മീനാണ്. അതിന് ആധ്യാത്മികതയുടെ ആഴങ്ങളിലേക്ക് പോകണം. എന്താ കാര്യം? ചൊല്ലൽ കൊണ്ട് പറ്റത്തില്ല. പിന്നെന്താണ്? ചെയ്യൽ വേണം. എന്ന് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മൾ ചൊല്ലുന്ന കാര്യത്തിൽ നമ്മൾ സീരിയസ് ആയിട്ട് വിശ്വസിക്കുന്നു, നമ്മൾ പറയുന്ന കാര്യം. അതുകൊണ്ടാണ് ഉടമ്പടിയിലെ കുറേ അധികം ഇപ്പോൾ ഈ വൈശാഖ് എന്നും പറഞ്ഞ് സാക്ഷ്യം ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ. വൈശാഖിൻ്റെ വിഷയം എന്ന് വെച്ചാൽ, വൈശാഖ് പണ്ട് കൃപാസനത്തിൻ്റെ ഒരു ശത്രുവായിരുന്നു. കൃപാസനത്തിൻ്റെ ഏറ്റവും വലിയ മിത്രങ്ങൾ ആകാൻ പോണവർ ആദ്യം ശത്രുവാകും, പിന്നീട് അവർ മിത്രങ്ങളാകണത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരിലൂടെ കൃപാസനത്തെ വളർത്തിയത് മുഴുവനും കൃപാസനത്തിൻ്റെ മിത്രങ്ങളെ പോലെ തന്നെ ശത്രുക്കൾക്കും പ്രാധാന്യം ഉണ്ടായി ഒരു കാലത്ത്. കാര്യം ഇവിടെ ആദ്യം അറ്റാക്ക് ചെയ്തത് യുക്തിവാദികളാണ്. മാസങ്ങളോളം അവർ യോഗം ചേർന്ന് ഈ അടയാളങ്ങളൊക്കെ കണ്ടിട്ട് ആൾക്കാർക്കൊക്കെ ഒരു വിശ്വാസം കുറവുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാകുമല്ലോ. വിശ്വാസം കുറവുള്ളവർക്കും ദൈവത്തെ ചുമ്മാ ഒരു ആഡംബരമായിട്ടും അധികാരത്തിനായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം അടയാളങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പം അതുപോലെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ അതിലൊരാളായിരുന്നു ഈ വൈശാഖ് എന്ന് പറഞ്ഞ ആൾ. ഇത് തട്ടിപ്പാണ്, ഭൂലോക തട്ടിപ്പാണ്, ആനകൂന എന്നൊക്കെ പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നൊക്കെ 10, 20, 25, 40 കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് വാങ്ങിച്ച ഒരു വൈദികനാണ് ഞാൻ ഒരു കാലത്ത്. ഞാൻ കൂളായിട്ടേക്ക് എൻ്റെ ജപമാല ഉള്ളിടത്തോളം കാലം ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ജപമാല മാതാവിൻ്റെ നമുക്ക് ഏറ്റവും വലിയ ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന. മാതാവിൻ്റെ പ്രാർത്ഥന അല്ലത്, അത് രക്ഷാകര പ്രാർത്ഥന മാതാവിൻ്റെ മധ്യസ്ഥത്തിലാണ് ലോഞ്ച് ചെയ്യണത്. അപ്പോൾ അതിന് ഒരു അഭിഷേകം കിട്ടിയിരിക്കുന്ന കാരണം, ഈ അഭിഷേകം എന്നുകൊണ്ട് എന്താ, എല്ലാത്തിനും ഒരു അഭിഷേകമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം തന്നെ അവളുടെ പേരെന്താ, ജിൻസി. അച്ഛൻ സ്വന്തം ഭർത്താവിന് അന്ത്യകൂദാശം കൊടുത്തു പോകുമ്പോൾ എല്ലാ ബന്ധുക്കളും കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ജിൻസി എന്താ കരയാത്തത്? അതിനാണ് ഈ അഭിഷേകം എന്ന് പറയണത്. ഒക്കെ മനസ്സിലായില്ല? അല്ലാതെ എണ്ണ കൊണ്ടൊന്ന് തലക്കോരി ഒഴിക്കണേനല്ല അഭിഷേകം എന്ന് പറയണത്. അതിനും പറയാം. പക്ഷേ ആന്തരികമായ അഭിഷേകമുണ്ട്. ഈ ബാഹ്യമായ അടയാളങ്ങളൊക്കെ അർത്ഥവത്താകണമെങ്കിലും അനാചാരങ്ങൾ അല്ലാതായിരിക്കണമെങ്കിലും ആന്തരികമായ അത് ഉദ്ദേശിക്കുന്ന സൂചന ആന്തരികമായി നടക്കണം. ആ മനുഷ്യനെ ആന്തരികമായി ആ അഭിഷേകം നടക്കാറത്തോളം കാലം എണ്ണയല്ല, പെട്രോൾ ഒഴിക്കണത്, എണ്ണ ഒഴിക്കണതെല്ലാം കണക്കാണ്. ആന്തരികമായ ഒരു അഭിഷേകമുണ്ട് എല്ലാത്തിനും. ദൈവകൃപ പ്രവർത്തിക്കുന്നത് ആന്തരികമാണ്. അതുകൊണ്ടാണ് കൃപയെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയണത്? കർത്താവിൻ്റെ കൃപ. പറഞ്ഞേ, കർത്താവിന്റെ കൃപ അവന്റെ ആത്മാവിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അവന്റെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. തലയുടെ കൂടെ ഉണ്ടാകുകയല്ല, കൃപ തലയിലല്ല ഇരിക്കണത്, തലയുടെ മുകളിലും അല്ല ഇരിക്കുന്നത്. സഹോദരരെ, പറഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കൃപ ആത്മാവിൽ അഭിഷിക്തമാകുന്ന കൃപയുടെ സൂചനയായിട്ടാണ് നമ്മൾ ശിരസ്സിലെ അഭിഷേകം മേടിക്കണത്. അപ്പോൾ ശിരസ്സിൽ അഭിഷേകം ചെയ്തില്ലെങ്കിലും അനുദിന ജീവിതത്തിൽ സാധാരണ മനുഷ്യർക്ക് അവരുടെ ജീവിത പ്രതിസന്ധി അതിജീവിക്കാൻ ആവശ്യമായ ആന്തരികമായ കൃപ അവർക്ക് ലഭിക്കും. അതിനെയാണ് ഇൻട്രിൻസിക് അനോയിൻറ്റിങ് എന്ന് പറയണത്. അത്
പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചിരിക്കുന്ന തോതനുസരിച്ചാണ് നമുക്കത് ഫീൽ ചെയ്യണത്. ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുക്കൾ കെട്ടിപ്പിടിച്ച് കരയുമ്പോഴും എല്ലാവർക്കും കരച്ചിൽ, ഭാര്യയ്ക്ക് മാത്രം കരച്ചിലില്ല. കാര്യം എന്താണ്? അവൾക്കതിന് ആന്തരിക അഭിഷേകം കിട്ടിയിരിക്കുകയാണ്. റോമ 5:5 വെച്ചാണ്. എന്താണ്? കഷ്ടത സഹനശീലവും. പറഞ്ഞേ, കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും. അല്ല, ആത്മധൈര്യമാണ് അവർക്ക് കിട്ടിയിരിക്കണത്. ആത്മധൈര്യം കിട്ടിയിരിക്കുകയാണ്. അതിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറഞ്ഞത്. ആത്മധൈര്യം പ്രത്യാശയം നമുക്ക് നൽകിയിരിക്കുന്നു. അതെങ്ങനെ നൽകിയിരിക്കുന്നതാണ്? പരിശുദ്ധാത്മാവിനാലാണ്. നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു. ഈ ആന്തരിക അഭിഷേകവും പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ സ്നേഹവും തമ്മിൽ ബന്ധമുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണത്? അത് പരിശുദ്ധാത്മാവിനെ നിലനിർത്താൻ ആവശ്യമായ ഇന്റേണൽ ഡിസ്പോസിഷൻ ഉണ്ട്. അതാണ് മാതാവ് സെപ്റ്റംബർ 7 പറഞ്ഞത്. ഡിസ്പോസിഷൻ, പരിശുദ്ധാത്മാവിനെ നിലനിർത്താനുള്ള ആന്തരികമായ ഒരു ഡിസ്പോസിഷൻ. ആ ഡിസ്പോസിഷൻ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കണത്? പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് എന്ത്? ദൈവസ്നേഹം.